വൈറ്റ് ഹൗസിന് സമീപമുള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് നടന്നത്. എന്നാൽ ഇതിന്റെ കാരണം എന്താണ് എന്ന കാര്യത്തിലോ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അക്രമിയുടെ നില ഗുരുതരമാണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. വൈഷ്ണവ് പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനുമായുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭൂരിഭാഗം കാര്യങ്ങളിലും ചർച്ച പൂർത്തിയാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. ആന്റണി ജിസ്റ്റോർസ് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും സമാധാന കരാറിലേക്കുള്ള അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ ഒരു സമാധാനം പുലരുന്ന ഒരു കാര്യത്തിലേക്കാണോ പോകുന്നത്? എന്തെല്ലാമാണ് തുടർ നടപടികളിലേക്ക് കടക്കുക? തീർച്ചയായും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അല്ലെങ്കിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സമാധാന കരാർ. ഈ പ്രശ്നം ഇറാനും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം അത് എന്നുണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഈ സംഘർഷം ലോകത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് അതിൻ്റെ നിയന്ത്രണം ഇറാൻ തുടരുകയാണ്. അവിടെ ഇത്തരം കപ്പലുകൾ കടന്നു പോകാത്തൊരു സാഹചര്യമൊക്കെ ഇപ്പോഴും തുടരുന്നു. അത് വലിയ പ്രതിസന്ധി ലോകത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ പ്രതിസന്ധി തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി എത്രയും വേഗം മാറുക എന്നുള്ള ഒരു ആശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഏതായാലും അതിന് ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞത്. ട്രൂത്ത് സോഷ്യലിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം താൻ ഈ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, UAE, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ നേതാക്കളുമായി സംസാരിച്ചു. ഇവരുമായി ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഭൂരിഭാഗം കാര്യങ്ങളും ഈ അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിലെ ഭൂരിഭാഗം കാര്യങ്ങളിലും ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിനൊരു അന്തിമമായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ചില കാര്യങ്ങളിൽ കൂടി തീരുമാനമാകേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഉണ്ടായാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം, ഈ കരാർ നിലവിൽ വന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ട്രംപ് എടുത്തു പറയുന്നൊരു കാര്യം ഹോർമൂസ് തുറക്കുന്നതും ഈ കരാറിൽ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യവും കൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുകയാണ്. പക്ഷേ ഇറാനും ചില വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ നഷ്ടപരിഹാരം, അതായത് ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം, അതുപോലെ തന്നെ അമേരിക്ക ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഈ ആണവം, അവരുടെ കയ്യിലുള്ള യുറേനിയം അടക്കമുള്ള അവർ സംഭരിച്ചിരിക്കുന്ന ആണവായുധങ്ങളെല്ലാം അമേരിക്കയ്ക്ക് കൈമാറണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ്. പക്ഷെ അതൊന്നും സ്വീകാര്യമല്ല എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത്. ഏതായാലും ഇറാനുമായുള്ള ചർച്ചകൾ ഒരു സൈഡിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. ടെഹ്റാനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ചർച്ചകൾ അസീം മുനീറും നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ ഇറാൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇറാൻ്റെ ദേശീയ അവകാശങ്ങൾ, ഇറാൻ്റെ അവകാശങ്ങൾ മേലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ദേശീയ മാധ്യമമാണ്, അവർ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. ഏതായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ട്രംപിൻ്റെ ഈ പ്രതികരണത്തോട് ഔദ്യോഗികമായൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇറാൻ ഇക്കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഭാഗത്തു നിന്നൊരു തണുപ്പൻ മട്ടിലുള്ള പ്രതികരണമാണ് നിലവിൽ ഉള്ളത്. അല്ലെങ്കിൽ അതിനോട് ഈ ട്രംപ് പറയുന്ന ഈ ചർച്ചകൾ പൂർത്തിയാക്കി എന്ന് പറയുന്ന കാര്യത്തോട് പൂർണ്ണമായും ഒരു മറുപടി അവർ പറയുന്നില്ല. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ലോകമുള്ളത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ട്രംപിൻ്റെ വാക്കുകളിൽ ആ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഈ പല ഘട്ടങ്ങളിലും ഈ കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ തീരുമെന്നൊക്കെ വന്നിരുന്നു. പക്ഷേ അത് പിന്നീട് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ട്രംപിൻ്റെ നിലപാടുകൾ മാറ്റി പറയുന്നതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ ചർച്ചകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ കരാർ യാഥാർത്ഥ്യമാകും, ഹോർമൂസ് അടക്കം തുറക്കുമെന്നുകൂടി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു.
ശരി, വ്യക്തമാണ്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക്